എല്ലാവർക്കും രാവിലെ ഒരു ഗുഡ് മോർണിംഗ്. ഹലോ ഹായ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറച്ച് കഥകളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ആ കഥകൾ നിങ്ങൾ കാണുകയും കേൾക്കുകയും അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. എൻ്റെ ഒരുപാട് ബ്ലോഗർമാരുണ്ട്, അവരെല്ലാവരും പേര് ഞാൻ ഇന്നാൾ പറയാൻ വിട്ടുപോയി. അതുപോലെ ഹീര ഉണ്ണി, ആ ചേച്ചി നിങ്ങൾ സുഖമാണോ? ചേച്ചി ബാംഗ്ലൂരൊക്കെ പോയിട്ട് വന്നോ? മോളും കുഞ്ഞുങ്ങളൊക്കെ സുഖമായിരിക്കണോ? ഒരുപാട് പേരുണ്ട് കേട്ടോ. ആ ചേച്ചിയുടെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നെ ബാക്കി അച്ചമ്മയും മഹേഷിനെയും സുമോദിനെയും സുപ്രിയൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം. മുടിക്ക് നല്ല ഔഷധമുള്ള ഒരു ഹെയർ ടിപ്പാണ്. 1 സ്പൂൺ ഉലുവയും 1 സ്പൂണ് ഗ്രീൻ ടീയും കൂടെ 1 മണിക്കൂർ കുതിർത്തതിന് ശേഷം അതിനെ തിളപ്പിച്ച് അതിൻ്റെ വെള്ളം എടുത്ത് തലയിൽ നല്ലോണം തേക്കണം. അതൊന്ന്. രണ്ടാമത് കുറച്ച് ബീട്രൂട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് ഇതേപോലെ പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് അതിനെ ഒരു 1/2 സ്പൂണ് കടലമാവും കൂടി ചേർത്ത് നല്ലവണ്ണം നമ്മുടെ ഫേസിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അതങ്ങനെ തേച്ച് പിടിപ്പിച്ച് ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ അത് നല്ലവണ്ണം ഉണങ്ങി പിടിക്കാൻ കേട്ടോ. അതിനുശേഷം നമുക്ക് കഴുകിക്കളയാം. അതായത് ആ ഉലുവയുടെ പാക്ക് ഉണ്ടല്ലോ, ആ ഉലുവയുടെ പാക്ക് നമ്മൾ ഇങ്ങനെ സ്ഥിരം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിക്ക് ഉള്ളു കുറവും മുടിക്ക് നീളം കുറവുള്ളവർക്കൊക്കെ നല്ലൊരു റിസൾട്ട് ചെയ്യുന്ന സാധനമാണ് ഉലുവ. നമുക്ക് തലേ ദിവസം കുതിർത്തിട്ട് അതിൻ്റെ വെള്ളം തേച്ചാലും നല്ലതാണ്, തിളപ്പിച്ച് തേച്ചത് നല്ലതാണ്. കുതിർത്ത് തേച്ചാലും ഏറ്റവും നല്ല ഉത്തമം തന്നെയാണ് കേട്ടോ. ഞാൻ ജലദോഷം ഉള്ളത് കൊണ്ടാണ് തിളപ്പിച്ച് തേച്ചത്, അല്ലെങ്കിൽ ഞാൻ കുതിർത്ത് തന്നെ തേക്കുമായിരുന്നു. അത് തേച്ചാൽ നമ്മളെ മുടിക്ക് നല്ലവണ്ണം നീളവും ഉണ്ടാവും, നല്ല കട്ടിയൊക്കെ ഉണ്ടാവും കേട്ടോ. മുടി കൊഴിഞ്ഞു പോയ മുടികളെല്ലാം പൊടിച്ചു വരും. അതേപോലെ തന്നെ ഈ പാക്കൊക്കെ നല്ല ഈസിയാണ്. 1 സ്പൂൺ 1.5 സ്പൂണോളം മാത്രമേ അത് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് വേണ്ടി. പിന്നെ കഴുകുമ്പോൾ നല്ല സൂക്ഷിച്ച് വേണം കഴുകാൻ. നല്ലവണ്ണം ഉണങ്ങി അങ്ങ് പിടിച്ചു പോകും. അതുകൊണ്ട് നല്ലവണ്ണം വെള്ളം കൊണ്ട് തൊട്ട് കുതിർത്തതിന് ശേഷം മാത്രമേ കഴുകിയെടുക്കാവൂ. നല്ല റിസൾട്ടാണ് കേട്ടോ, സൂപ്പർ. പിന്നെ ഞാൻ ഇന്നാളത്തെ പാക്കിൽ കണ്ട എൻ്റെ മുടിയിൽ ഒരു നരയൊന്നും കാണാനില്ല. ചെറിയ ചുവന്ന കളറ് അതിടയ്ക്ക് ഇങ്ങനെ ഉണ്ട്. അത് നല്ലവണ്ണം അറിയാനൊന്നും പറ്റില്ല. നല്ലപ്പോഴേ ഞാൻ ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ വൈകുന്നേരത്തേക്ക് വേണ്ടി നിങ്ങൾ വരണുണ്ടോ? ഇന്ന് വൈകുന്നേരത്ത് 4 മണി പലഹാരത്തിന് ഒരു ചെറിയ ഉള്ളിവടയാണ്. ഉള്ളിവടയും ചായയും. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളിവടയും ചായ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും ഇല്ലേ? ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഉള്ളിവട ഉണ്ടാക്കി. അങ്ങനെ ഇന്ന് ഉള്ളിവടയും ചായയാണ്. രാവിലത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അതാ ഉള്ളിവടയും ചായ. എല്ലാവർക്കും താങ്ക് യു. ഗുഡ് മോർണിംഗ്.